ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിന് തൊട്ടു പിന്നാലെ നിങ്ങളോട് കലഹിച്ച് നിങ്ങളെ വിട്ടിറങ്ങിയ പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ സംസാരിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുമായി വയനാട് ചർച്ച നടത്തിയ ആളാണെന്ന് എന്ന് പറയുകയും ചെയ്യുകയാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഒരു മനസ്സ് നിറവുണ്ടാവുന്നുണ്ടോ CPM ഹർഷം? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് UDF-നകത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരാളികളുടെ കലഹം കണ്ടോ അവർക്കിടയിലെ അസ്വരസ്യങ്ങൾ കണ്ടോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾക്ക് മുൻപിലേക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങളുണ്ട്. അവ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് രീതി. സ്വാഭാവികമായും ആ നിലയിൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സ്വാഭാവികമായും നിലമ്പൂർ മണ്ഡലത്തിനകത്ത് ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഈ സമൂഹത്തിന്റെ ആകെ മുന്നോട്ട് പോക്കിലും നവകേരള സൃഷ്ടിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വീണ്ടും വിജയിക്കേണ്ടുന്നതിന്റെ സാധ്യത എന്ത്, സാഹചര്യം എന്ത്, ആവശ്യകത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അത് പൂർണ്ണമായും UDF ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അവർ ധാരണയുണ്ടാകട്ടെ. അവരുടെ കലഹങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതെല്ലാം കണ്ട് വിലയിരുത്തും. അതിനനുസരിച്ച് നിലമ്പൂരിലെ ജനത ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CPM മാർഷോ, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഇലക്ഷൻ പ്രഖ്യാപിച്ച് ദിവസം 2 അവർ UDF-ന് അവർക്ക് അവിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാവുന്നു. ഈ സമയം മുതൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുകയുമാണല്ലോ. LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ സാധ്യതയെപ്പറ്റി പോലും കാര്യമായൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. LDF-ന്റെ CPM പാർട്ടി ചിഹ്നത്തിലാണോ മത്സരിക്കുക, അതോ വീണ്ടും സ്വതന്ത്ര പരീക്ഷണമാണോ? എന്തെങ്കിലും എപ്പോഴാണ് അതിൽ തീരുമാനമുണ്ടാവുക CPM ഹർഷം? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചേരേണ്ടുന്ന കമ്മിറ്റികളുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന് ഏറ്റവും അടിയന്തര സ്വഭാവത്തോടു കൂടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തും, സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും. നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് അവർക്ക് ഏറ്റവും സ്വീകാര്യനായ, അവർക്ക് തങ്ങളുടേത് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥാനാർത്ഥിയെ തന്നെ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരരംഗത്തേക്ക് ഇറക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും മികച്ച വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കമിടുന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ 2 ടേം പിണറായി സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും നിലമ്പൂർ, അല്ലേ CPM ഹർഷോ? അത് തീർച്ചയായിട്ടും മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിലേക്ക് കേരളത്തിൽ പുതിയ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ചുവടുവെപ്പായിട്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്.